എറണാകുളം കാക്കനാട് മെട്രോ നിർമ്മാണ ആവശ്യങ്ങൾക്കായി എത്തിച്ച ഉയരം കൂടിയ വാഹനം കേബിളിൽ കുരുങ്ങി പോസ്റ്റുകൾ വീണു. വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന തിരക്കേറിയ സമയത്തായിരുന്നു സംഭവമെങ്കിലും കഷ്ടിച്ചൊഴിവായത് വൻ ദുരന്തം. അപകടത്തിന് ശേഷം നിർത്താതെ പോയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുകയാണ്. അനിൽ, ഈ പോസ്റ്റുകളൊക്കെ വീണിട്ടും വാഹനം നിർത്താതെ പോയെന്നു പറയുന്നു. എന്താണ് സംഭവിച്ചത്? കൊച്ചി മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരിതമാണ് തൃക്കാക്കരയിൽ ഇപ്പോൾ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൃക്കാക്കര കാക്കനാട് ഭാഗത്ത് തൃക്കാക്കരയിൽ ഇന്ന് മലിനജലം കെട്ടിക്കിടന്നതുമായി ബന്ധപ്പെട്ട് അത് ജലം ഒഴുക്കിക്കളയുന്നതുമായി ഉള്ള പരിശ്രമങ്ങൾ പോലും വലിയ ദുരിതത്തിലാണ് കലാശിക്കുകയും ചെയ്തത്. അവിടെ അടുത്തുള്ള ഫ്ളാറ്റുകളിലേക്ക് പോലും മലിനജലം കടന്നു ചെല്ലുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായി. അതിനുശേഷമാണ് കാക്കനാട് വലിയ ഒരു ദുരന്തം തലനാരിഴയ്ക്ക് മാറിപ്പോയത്. ഇന്ന് 8:30യോടുകൂടി മെട്രോ നിർമ്മാണത്തിനുള്ള സാമഗ്രികളുമായി എത്തിയ വലിയ പൊക്കമുള്ള ലോറികൾ കടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് കേബിളുകൾ ഈ ലോറിയിൽ കുരുങ്ങി. എന്നാൽ വാഹനം നിർത്താൻ അവർ തയ്യാറായില്ല. വലിഞ്ഞു മുറുകിയ കേബിളുകളിൽ ചുറ്റി സിഗ്നൽ പോസ്റ്റുകൾ, 2 സിഗ്നൽ പോസ്റ്റുകൾ കാക്കനാട് ജംഗ്ഷനിൽ റോഡിലേക്ക് പതിച്ചു. അതിലൊരെണ്ണം ഒരു കാറിന്റെ മുകളിലേക്കാണ് വീണത്. മറ്റ് പോസ്റ്റുകളിലും താഴേക്ക് വീണു. എന്നാലും വാഹനം നിർത്താൻ അവർ തയ്യാറായില്ല. വാഹനം ഓടിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്തു. തുടർന്ന് ദൃക്സാക്ഷികൾ പോലീസിനെ വിളിച്ച് അറിയിച്ചു. പോലീസ് ഈ വാഹനത്തെ പിന്തുടർന്ന് വാഹനം പിടികൂടുകയായിരുന്നു. ഇതിനൊപ്പം ഫയർഫോഴ്സും അതുപോലെ തന്നെ KSEBയുടെ ഉദ്യോഗസ്ഥരും എത്തി. മറ്റ് ഇലക്ട്രിക് പോസ്റ്റുകളുടെ ലൈൻ കമ്പികൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഓഫ് ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. മഴ മാറി നിൽക്കുന്ന സമയം കൂടിയായിരുന്നു. നല്ല മഴയുണ്ടായിരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നെങ്കിൽ ആളുകൾ കൂടുതൽ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് എത്താനുള്ള ഒരു തിരക്ക് കൂട്ടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. മഴ ഇത്രയും കടുത്തിട്ട് പോലും ഒരു കൃത്യമായ നിലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മത വരുത്താൻ പോലും KMR തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുകയും ചെയ്യുന്നത്. ശരി, എന്തായാലും ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ദുരന്തമുണ്ടായില്ല എന്ന് ആശ്വസിക്കാം. എന്നിരുന്നാലും എറണാകുളം കാക്കനാട് വൻ ബ്ലോക്കാണ് നിലവിൽ ഉള്ളത്. അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.